Hello everyone, welcome back to Asylum Learning. It's me Jamshad. ഇത്തവണ ക്രിസ്മസ് എക്സാമിന് നമുക്ക് 4 പോംസ് ആണുള്ളത്, 4 കവിതകളാണുള്ളത്. ആ കവിതകളിൽ നിന്ന് എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇത്തവണ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാനിരിക്കുന്നത്, അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുകയാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ക്രിസ്മസ് എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സും 4 കവിതകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി മൊത്തം നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്, അതിൽ 4 എണ്ണം കവിതകളാണ്. ഈ 4 എണ്ണം കവിതകളിൽ നിന്ന് മിക്കവാറും എന്നല്ല, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. കഴിഞ്ഞ എല്ലാ വർഷവും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണയും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കവിതകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സോവർ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വിക്ടർ മാരി ഹ്യൂഗോയുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിക് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇതിന് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് വായിച്ചിട്ട് 4 മാർക്കിനുള്ള ചോദ്യമാണ്. ഈ ഒരു പാസേജ്, ഈ ഒരു സ്റ്റാൻസ് വായിച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പാസേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ദ പോർച്ച് വേ, ആ ഒരു പോർച്ച് വേയിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് ആക്ച്വലി പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ള ആ ഒരു ടാഗ് ലൈനിൽ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫ് ഉള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ദ ടൈം മെൻഷൻ ഇൻ ദ പോം, ഈ കവിതയിൽ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈം എന്താണ്, ഏതാണ്. ടിലൈറ്റ് എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് സമയം എന്നുള്ളത്. സൺലൈറ്റ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ, റെഡി സൺലൈറ്റ് എന്നുള്ളതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫോർ ദ ഗിവൺ ലൈറ്റ്സ്. ഇതിൽ റൈമിംഗ് വേർഡ്സ് ഏതാണെന്നുള്ളത് ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചു വന്നതാണ്, അത് നിങ്ങൾക്ക് കിട്ടും, സെറ്റാണ്. ആൻഡ് വാട്ട് ഇസ് എ പോയറ്റ് ഫീൽ, ആ പോയറ്റ് ഇവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. സോ സിമ്പിളാണ്, പക്ഷേ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പാളിപ്പോകും. സോ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് വൈ ഐ ഓൾറെഡി സെഡ് ദാറ്റ്. കഴിഞ്ഞ ആ ഒരു ദിവസത്തെ ലൈവ് ഉണ്ടായിരുന്നു, അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്താക്കുക, കാണുകയും അത് പഠിക്കുകയും സെറ്റാക്കുകയും ചെയ്യുക. ഇനി അടുത്ത പോം എന്ന് പറയുന്നത് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആണ്. ഞാൻ അഗൈൻ പറയുന്നു, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, വില്ലേജ് ബ്ലാക്ക് സ്മിത്തിൽ എന്താ പറയുന്നത്, ആ വില്ലേജ് ബ്ലാക്ക് സ്മിത്തിൽ തൻ്റെ ആ ഒരു ഹാർഡ് വർക്കിനെ പറ്റിയിട്ടും ആ ഒരു വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് നമുക്ക് സമൂഹത്തിന് നൽകുന്ന വലിയ വലിയ മെസ്സേജുകളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് നല്ലൊരു കിടിലൻ ഒരു പോം എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പാസേജ് കൊടുത്തിട്ട് ഇവിടെ 5 മാർക്കിനാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 4 മാർക്കിനായിരുന്നെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ എല്ലാ എക്സാമിലും 4 or 5 മാർക്കിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കവിതകളിൽ നിന്ന് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ പഠിച്ചു വെക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുത്തു, വേർ ഈസ് ദ ബ്ലാക്ക് സ്മിത്ത് സീൻ, എവിടെയാണ് ബ്ലാക്ക് സ്മിത്തിനെ കാണപ്പെട്ടത്. യെസ്, എവിടെയാണ്, അതിൻ്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഹൗ ഈസ് ദ സ്മിത്ത് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം, എങ്ങനെയാണ് ആ സ്മിത്തിനെ ഈ കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടുള്ളത്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റികളൊക്കെ, ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കാര്യങ്ങൾ എഴുതാൻ പറ്റും എന്നുള്ളത് ഈ ഒരു കവിത വായിച്ചൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, സൈറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി. ഇതിലെവിടെയാണ് സിമിലി എന്നുള്ളത്, സിമിലി കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സെറ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് റൈം സ്കീം ഓഫ് ദ ഫോളോയിങ് ലൈൻസ് ഗിവൺ ബിലോ. ഇവിടെ റൈം സ്കീം ഏതാണെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൈം സ്കീമാണ്. സോ പോയറ്റിക് ഡിവൈസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. റൈമിംഗ് സ്കീം ആവട്ടെ, അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ, അല്ലിട്രേഷൻ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾ പഠിച്ചു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരൊറ്റ കവിത കൂടി നമുക്ക് കൊണ്ടുവരുന്നത് സോങ് ഓഫ് ദ ഫ്ലവർ എന്നുള്ള ഈ ഒരു കവിതയുണ്ട്. ഈ കവിതയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഈ ഒരു കവിതയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇത്രയും പാരഗ്രാഫ് തന്നിട്ട് ഈ ഒരു 2 സ്റ്റാൻസകൾ തന്നിട്ട് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡസ് എ ഫ്ലവർ ഡു ഇൻ ദ ഈവനിംഗ്, വൈകുന്നേരം ഫ്ലവർ എന്താ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വൈകുന്നേരം എന്താണ് ചെയ്യുന്നതെങ്കിൽ ഇതിന് വൈകുന്നേരം എന്നുള്ള മീനിങ് വരുന്ന ആ ഒരു വേർഡ് നമുക്ക് കിട്ടണം. ഓക്കെ, എവിഡൻ്റ് എന്ന് കാണുമ്പോഴേക്കും ആ ഒരു വരി കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്ലവർ അനൗൺസ് ദ കമ്മിങ് ഓഫ് ദ ലൈറ്റ്, ഇനി വരാനിരിക്കുന്ന ലൈറ്റിനെ എങ്ങനെയാണ് ഫ്ലവേഴ്സ് അനൗൺസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, എങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താക്കും ആ ഒരു വരികളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ആ ഒരു ഹിൻസ് തരികയാണ്. ആ ഹിൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. വെൻ ഡസ് ദ എർത്ത് ബിക്കം ബ്യൂട്ടിഫുൾ, എപ്പോഴാണ് ആ ഒരു ഭൂമി ഭംഗിയാവുന്നത്. യെസ്, ഓക്കെ,
അത് ഇതിൽ തന്നെയുണ്ട്. ദ പ്ലെയിൻസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് മൈ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് എയർ സെൻഡ് മൈ ഫ്രാഗ്രൻസ്. ഇതൊക്കെ കൊണ്ടായിരിക്കും അത് ഭംഗിയാവുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് കവിത കംപ്ലീറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഒക്കെ വളരെ പുഷ്പം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാണ്. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഓൾ ഫാക്ടറി ഇമേജ് ഫ്രം ദ അബവ് ലൈൻ. ഇതിലൊരു ഓൾ ഫാക്ടറി ഇമേജ് ഉണ്ട്. അതായത് നമുക്ക് സ്മെല്ല് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യും. ആ ഒരു സ്മെല്ല് കിട്ടുന്ന ആ ഒരു ഫീല് കിട്ടുന്ന ആ ഒരു വരി ഏതാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 2 3 4 5 6 7 എന്നുണ്ട്. അതിൽ ഏതാണ് ആ നമ്പർ, ആ വരികളുടെ നമ്പർ മാത്രം നിങ്ങൾ എന്താക്കിയാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്താക്കും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് അതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ കറക്റ്റ് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ടാകും. ഏതായാലും നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സ് നോക്കാതെ തന്നെ നിങ്ങളുടെ ആൻസർ നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ വാസ് ഇറ്റ്, ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഇതുപോലത്തെ ഇനി ഏത് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ടും അപ്ഡേറ്റ്സിന് വേണ്ടിയും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. പിന്നെ നമുക്കൊരു ഫസ്റ്റ് അവർ എന്നുള്ളൊരു ചാപ്റ്റർ കൂടി ഉണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോകളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്താകാൻ പോകുന്നത്, ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റേഴ്സ്, ഈ ഒരു 4 ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ഒക്കെ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക എന്നതിലുപരി ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ ദിവസത്തിലെ ആ ഒരു പബ്ലിക് ലൈവ് എടുത്ത് കാണുക, സെറ്റാക്കുക, പവറാക്കുക. സംശയങ്ങളൊക്കെ ആ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, സെറ്റാക്കാം. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം ഇനിയും ധാരാളം ലൈവ് സെഷനുകളും അതുപോലെ തന്നെ ധാരാളം വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, സ്റ്റഡി പ്ലാനുകളൊക്കെ. സോ അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ്സിലെ ആ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാം. ബൈ.